കുഞ്ഞുങ്ങളിലെ കോൺസ്റ്റിപ്പേഷൻ, അതായത് മലബന്ധം, ആയുർവേദ ഭാഷയിലാണെങ്കിൽ വിബന്ധം എന്ന് പറയുന്ന അവസ്ഥ, കുഞ്ഞുങ്ങൾ വയറ്റിൽ നിന്ന് പോവാതിരിക്കുക എന്ന് മാത്രമല്ല, വയറ്റിൽ നിന്ന് പോകുമ്പോൾ വേദനയോടുകൂടി പോവുക, ഇതെല്ലാം അതിൻ്റെ കൂടെ തന്നെ ഇടയ്ക്കിടയ്ക്കായിട്ട് കുറേശ്ശെയായിട്ട് പോകുന്നതും നമ്മൾ കോൺസ്റ്റിപ്പേഷനായിട്ട് തന്നെ കാണണം. ഇത് നമ്മൾ കോമൺലി ആയിട്ട് കാണുന്നത് സ്കൂളിൽ പോയി തുടങ്ങുന്ന കുട്ടികൾ, അല്ലെങ്കിൽ റീസെൻ്റ്ലി പോട്ടി ട്രെയിനിങ് ആയിട്ടുള്ള കുട്ടികളിലൊക്കെ ആയിരിക്കാം. ഇനി ഈ കോൺസ്റ്റിപ്പേഷൻ ഒരു 2 മാസത്തിന് താഴെയുള്ള കുഞ്ഞുങ്ങളിലാണൊക്കെ വരുന്നതെങ്കിൽ കുറച്ചും കൂടി ഓർഗാനിക് കാരണങ്ങളുണ്ടോ എന്ന് നോക്കണം. അതായത് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളോ, അതോ ആ രക്തത്തിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, എന്തെങ്കിലും ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻസ്, അതൊക്കെ ഒരു വൈദ്യസഹായം കൊണ്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇല്ല അതിന് ശേഷം 2 മാസത്തിന് മേലെയുള്ള കാര്യങ്ങളാണെങ്കിൽ മിക്കവാറും അതായത് ഫങ്ഷണൽ കോസസ് എന്ന് പറയും. അതായത് കുട്ടിയുടെ ഡയറ്റിലെ പ്രശ്നങ്ങൾ, അതായത് ബിഹേവിയറൽ ഇഷ്യൂസ് കൊണ്ടൊക്കെ ആയിരിക്കാം. സോ ഇതിൽ എന്താണ് റെമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കോൺസ്റ്റിപ്പേഷൻ ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അവിടെ ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള ഫീക്കസ് ഉണ്ടെങ്കിൽ അതിനെടുത്ത് കളയാമെന്നുള്ളത്. അതിന് ആയുർവേദത്തിൽ നമുക്ക് മാത്രാബസ്തി തുടങ്ങിയ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതിന് ശേഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിയെ നമ്മൾ നല്ലപോലെ, കുട്ടിയും പാരൻറ്റും വെൽ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം ഇതിനെപ്പറ്റി, ഇതെന്തുകൊണ്ട് ഉണ്ടാകുന്നു, എന്താ കാരണങ്ങൾ എന്നൊക്കെ അറിഞ്ഞിരിക്കുകയും അതിനുശേഷം ഇതൊരു മെയിൻ്റനൻസ് തെറാപ്പി എന്ന് പറയും. അതായത് നമ്മൾ ഡയറ്റ് മോഡിഫിക്കേഷൻസ്, അതേപോലെ ബിഹേവിയറൽ തെറാപ്പി, പോട്ടി ട്രെയിൻഡ് അല്ലാത്ത കുട്ടിക്ക് ഒരു പോട്ടി ട്രെയിനിങ് പ്രോപ്പറായി കൊടുക്കുക. ഇനി ചില കേസുകളിൽ ലാക്സേറ്റീവ്സ് കൊടുക്കേണ്ട ആവശ്യം വരും. അതായത് നമ്മൾ കുഞ്ഞുങ്ങളിലാണെങ്കിലൊക്കെ നമ്മൾ ഹരിതകി പോലത്തെ മരുന്നുകളൊക്കെയാണ് ഉപയോഗിക്കുക. സോ ഇതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ഈ കോൺസ്റ്റിപ്പേഷനെ ടാക്കിൾ ചെയ്യാൻ പറ്റും.